ദൈവനാമത്തിൽ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ചിന്തിക്കാനായി ഒരുങ്ങുന്നത് 2 ദിനവൃത്താന്തം 19-ാം അധ്യായത്തെക്കുറിച്ചാണ്. വേദപുസ്തകങ്ങൾ ദയവായി തുറന്നു വെക്കുക. യഹൂദ രാജാവായ യെഹോശാഫാത്തിന്റെ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവിനെയാണ് ഈ അധ്യായം ഓർമ്മിപ്പിക്കുന്നത്. ദൈവഭക്തനായ രാജാവ് എന്ന നിലയിൽ പ്രശസ്തനായിരുന്നെങ്കിലും ഇസ്രായേൽ രാജാവായ ആഹാബുമായി രാഷ്ട്രീയ സഖ്യം സ്ഥാപിച്ചതിലൂടെ യെഹോശാഫാത്ത് ഒരു ഗുരുതരമായ ആത്മീയ തെറ്റ് ചെയ്തു. ഈ തെറ്റിന്റെ ഫലമായി അദ്ദേഹം രാമോത്ത് ഗിലെയാദിലെ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ നേരിട്ടു. എന്നാൽ ദൈവത്തിന്റെ കരുണയാൽ അദ്ദേഹം രക്ഷപ്പെട്ടു. യെരുശലേമിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ പ്രവാചകനായ യേഹു അദ്ദേഹത്തെ ദൈവത്തിന്റെ നാമത്തിൽ ശാസിച്ചു. ഈ ശാസനം യെഹോശാഫാത്തിന്റെ ജീവിതത്തിൽ ആത്മീയ നവീകരണത്തിനും ഭരണപരമായ പരിഷ്കാരങ്ങൾക്കും വഴി തുറന്നു. ഈ അധ്യായം ഒരു രാജാവിന്റെ ഭരണ നടപടികളുടെ രേഖ മാത്രമല്ല, മറിച്ച് ദൈവഭയത്തിൽ നയിക്കപ്പെടുന്ന നേതൃത്വം, നീതിയുടെ പ്രാധാന്യം, ആത്മീയ ഉണർവ്, ഉത്തരവാദിത്വമുള്ള ഭരണ സംവിധാനം എന്നിവയെക്കുറിച്ചുള്ള ആഴമേറിയ ദൈവശാസ്ത്ര പഠനമാണ്. ഇന്നത്തെ സഭയ്ക്കും സമൂഹത്തിനും വ്യക്തി ജീവിതത്തിനും ഒരുപോലെ പ്രസക്തമായ സന്ദേശങ്ങൾ ഈ അധ്യായം നൽകുന്നു. തെറ്റിനെ തിരിച്ചറിയുകയും ദൈവത്തിന്റെ ശാസനം സ്വീകരിക്കുകയും ചെയ്യുക. അധ്യായത്തിന്റെ ആരംഭത്തിൽ പ്രവാചകനായ യേഹു യെഹോശാഫാത്തിനോട് ചോദിക്കുന്ന ചോദ്യം അതീവ ഗൗരവമുള്ളതാണ്. ദുഷ്ടനെ സഹായിക്കുകയും യഹോവയെ വെറുക്കുന്നവരെ സ്നേഹിക്കുന്നതും ചെയ്യുന്നത് ശരിയോ? ഈ ചോദ്യം യെഹോശാഫാത്തിന്റെ രാഷ്ട്രീയ തീരുമാനത്തെ മാത്രമല്ല, ആത്മീയ വിവേചനത്തിന്റെ അഭാവത്തെയും വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ജനത്തിന് ദൈവവിരുദ്ധമായ ശക്തികളുമായി അന്ധമായി കൂട്ടുകൂടാൻ കഴിയില്ല എന്നതാണ് ഈ മുന്നറിയിപ്പിന്റെ സാരം. എന്നാൽ ദൈവത്തിന്റെ ശാസനം ശിക്ഷിക്കാനോ നശിപ്പിക്കാനോ വേണ്ടിയല്ല. യേഹു യെഹോശാഫാത്തിന്റെ നല്ല പ്രവൃത്തികളെയും അംഗീകരിക്കുന്നു. വിഗ്രഹാരാധനയെ എതിർത്തതും ദൈവത്തെ അന്വേഷിച്ചതും ദൈവം മറന്നില്ല. ഇതിലൂടെ ദൈവം നീതിമാനും കരുണാനിധിയുമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ദൈവം നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുമ്പോഴും നന്മകളെ അവഗണിക്കുന്നില്ല. യഥാർത്ഥ ആത്മീയ പക്വത തെറ്റില്ലാത്ത ജീവിതമല്ല, മറിച്ച് തിരുത്തപ്പെടാൻ തയ്യാറുള്ള വിനയമാണ്. യെഹോശാഫാത്ത് തന്റെ തെറ്റിനെ ന്യായീകരിക്കാതെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ തീരുമാനിച്ചു. ഇന്നത്തെ വിശ്വാസികൾക്കും നേതാക്കൾക്കും ഇതൊരു വലിയ മാതൃകയാണ്. ആത്മീയ നവീകരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശാസനം സ്വീകരിച്ച യെഹോശാഫാത്ത് രാജ്യത്തുടനീളം സഞ്ചരിച്ച് ജനങ്ങളെ അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയിലേക്ക് തിരികെ നയിച്ചു. ഇത് വെറും മതപരമായ പ്രചരണമല്ല, ആത്മീയ ഉണർവിന്റെ തുടക്കമായിരുന്നു. ബൈബിളിൽ യഥാർത്ഥ നവീകരണം പുറമേയുള്ള മാറ്റങ്ങളിൽ ഒതുങ്ങുന്നില്ല. ജനങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങുമ്പോഴാണ് നവീകരണം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് യെഹോശാഫാത്ത് ആദ്യം ജനങ്ങളുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചത്. ഇന്നത്തെ സഭയ്ക്കും ഇതേ വെല്ലുവിളിയുണ്ട്. കെട്ടിടങ്ങളും പദ്ധതികളും പരിപാടികളും ആവശ്യമാണ്. എന്നാൽ അവയേക്കാൾ പ്രധാനമാണ് ജനങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് നയിക്കുന്നത്. ദൈവവചന പഠനം, പ്രാർത്ഥന, വിശുദ്ധ ജീവിതം, ആത്മീയ അച്ചടക്കം എന്നിവയിലൂടെയാണ് യഥാർത്ഥ നവീകരണം ഉണ്ടാകുന്നത്. നീതിന്യായ വ്യവസ്ഥയുടെ പുനഃസംഘടനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യെഹോശാഫാത്തിന്റെ അടുത്ത നടപടി രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു. എല്ലാ പ്രധാന നഗരങ്ങളിലും ന്യായാധിപന്മാരെ നിയമിക്കുകയും അവർ ദൈവഭയത്തോടെ നീതി നടപ്പാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്നും പ്രസക്തമാണ്. നിങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയല്ല, യഹോവയ്ക്ക് വേണ്ടിയാണ് ന്യായം വിധിക്കുന്നത്. ഇതിലൂടെ ന്യായാധിപന്റെ ഉത്തരവാദിത്വം വെറും നിയമം നടപ്പാക്കുന്നതല്ല, ദൈവത്തിന്റെ നീതി പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് വ്യക്തമാക്കുന്നു. ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പ്രധാന ഘടകമാണ് നീതി. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തിൽ അനീതി, അഴിമതി, പക്ഷപാതം, സ്വാർത്ഥത എന്നിവയ്ക്ക് സ്ഥാനമില്ല. നീതി സ്ഥാപിക്കപ്പെടുമ്പോഴാണ് സമൂഹത്തിൽ സമാധാനവും വിശ്വാസവും വളരുന്നത്. ദൈവഭയമുള്ള നേതൃത്വത്തിന്റെ സ്വഭാവം
യഹോശാഫാത്ത് ന്യായാധിപന്മാരോട് 3 പ്രധാന നിർദ്ദേശങ്ങൾ നൽകി. യഹോവയെ ഭയപ്പെടുക, വിശ്വസ്തയോടെ പ്രവർത്തിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ സേവിക്കുക. ഈ 3 ഗുണങ്ങളാണ് ദൈവിക നേതൃത്വത്തിന്റെ അടിത്തറ. ദൈവഭയമില്ലാത്ത നേതൃത്വം അധികാര ദുരുപയോഗത്തിലേക്ക് നയിക്കുന്നു. വിശ്വസ്തതയില്ലാത്ത നേതൃത്വം അഴിമതിക്ക് വഴിയൊരുക്കുന്നു. പൂർണ്ണ ഹൃദയമില്ലാത്ത നേതൃത്വം ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു. സഭയിലും കുടുംബത്തിലും സമൂഹത്തിലും ഉത്തരവാദിത്വമുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഈ ഗുണങ്ങൾ വളർത്തിയെടുക്കണം. യഥാർത്ഥ നേതൃത്വം അധികാരം പ്രയോഗിക്കുന്നതല്ല, ദൈവത്തിന്റെയും ജനത്തിന്റെയും മുമ്പിൽ ഉത്തരവാദിത്തത്തോടെ ജീവിക്കുന്നതാണ്. കൈക്കൂലിക്കും പക്ഷപാതത്തിനുമെതിരായ ദൈവത്തിന്റെ നിലപാടെന്തെന്നാൽ യഹോശാഫാത്ത് വ്യക്തമായി പ്രഖ്യാപിക്കുന്നു: യഹോവ പക്ഷപാതം കാണിക്കുന്നില്ല, കൈക്കൂലി സ്വീകരിക്കുന്നില്ല. അതിനാൽ ദൈവത്തിന്റെ പ്രതിനിധികളും അതുപോലെ ജീവിക്കണം. ഇത് ഇന്നത്തെ സമൂഹത്തിന് അത്യന്തം പ്രസക്തമായ സന്ദേശമാണ്. അഴിമതിയും അധികാര ദുരുപയോഗവും സാമൂഹിക അനീതിയും വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ക്രിസ്തീയ വിശ്വാസികൾ നീതിയുടെയും സത്യസന്ധതയുടെയും മാതൃകകളാകണം. നീതി കോടതികളിൽ മാത്രം ആവശ്യമുള്ള ഒന്നല്ല. കുടുംബ ബന്ധങ്ങളിലും സഭാഭരണത്തിലും തൊഴിൽ രംഗത്തും സാമ്പത്തിക ഇടപാടുകളിലും വിദ്യാഭ്യാസത്തിലും എല്ലായിടത്തും ദൈവത്തിന്റെ നീതി പ്രതിഫലിക്കണം. ഉത്തരവാദിത്വങ്ങൾ പങ്കുവെക്കുന്ന നേതൃത്വം. യെരുശലേമിൽ യഹോശാഫാത്ത് ലേവ്യരെയും പുരോഹിതന്മാരെയും കുടുംബ തലവന്മാരെയും ഉൾപ്പെടുത്തി ഒരു പരമോന്നത ന്യായസഭ രൂപീകരിച്ചു. ആത്മീയ കാര്യങ്ങളുടെ മേൽനോട്ടത്തിനായി മഹാപുരോഹിതനായ അമറിയാവിനെയും ഭരണകാര്യങ്ങളുടെ മേൽനോട്ടത്തിനായി സെബദ്യാവിനെയും നിയമിച്ചു. ഇത് ദൈവരാജ്യത്തിലെ നേതൃത്വത്തിന്റെ ഒരു പ്രധാന തത്വം വ്യക്തമാക്കുന്നു. എല്ലാ ഉത്തരവാദിത്വങ്ങളും ഒരാൾ ഏറ്റെടുക്കേണ്ടതില്ല. ദൈവം വിവിധ ദാനങ്ങളും കഴിവുകളുമുള്ള ആളുകളെ ചേർത്ത് തന്റെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നു. സഭയിൽ ശുശ്രൂഷകൾ പങ്കുവെക്കപ്പെടുകയും പരസ്പര ബഹുമാനത്തോടും സഹകരണത്തോടും കൂടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവർത്തനം കൂടുതൽ ഫലപ്രദമാവുന്നത്. ധൈര്യത്തോടെയും വിശ്വാസത്തോടെയും പ്രവർത്തിക്കുക. അധ്യായത്തിന്റെ അവസാനത്തിൽ യഹോശാഫാത്ത് നേതാക്കളെ പ്രോത്സാഹിപ്പിച്ചു പറയുന്നു: ധൈര്യത്തോടെ പ്രവർത്തിക്കുക, യഹോവ നല്ലവരോടുകൂടെ ഇരിക്കട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ ധൈര്യം ആവശ്യമാണ്. നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ ധൈര്യം വേണം. സത്യത്തിനു വേണ്ടി സംസാരിക്കാൻ ധൈര്യം വേണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ വിശ്വാസം വേണം. ദൈവം തന്റെ ദൗത്യം നിർവഹിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല എന്ന ഉറപ്പാണ് ഈ വാക്കുകൾ നൽകുന്നത്. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നാം ചിന്തിക്കുമ്പോൾ 2 ദിനവൃത്താന്തം 19-ാം അധ്യായം പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെ കൂടുതൽ പൂർണ്ണത പ്രാപിക്കുന്നുണ്ട്. യേശുക്രിസ്തു നീതിമാനായ ന്യായാധിപതിയാണ്. അവൻ സത്യത്തിലും കരുണയിലും ഭരിക്കുന്നു. പരിശുദ്ധാത്മാവ് വിശ്വാസികളെ സത്യത്തിലും നീതിയിലേക്കും നയിക്കുന്നു. യഹോശാഫാത്ത് ഒരു രാജ്യത്തെ നവീകരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ക്രിസ്തു മനുഷ്യഹൃദയങ്ങളെ നവീകരിക്കുകയും ദൈവരാജ്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഈ അധ്യായം സഭയെ ക്രിസ്തുവിന്റെ നീതിയും വിശുദ്ധിയും ലോകത്തിൽ പ്രതിഫലിപ്പിക്കാൻ വിളിക്കുന്നു. ഇന്നത്തെ സഭയ്ക്കും വിശ്വാസികൾക്കുമുള്ള പ്രയോഗങ്ങൾ. ഈ അധ്യായം ഇന്നത്തെ സഭയ്ക്ക് നിരവധി പ്രായോഗിക പാഠങ്ങളെ നൽകുന്നു. നേതാക്കൾ വിമർശനങ്ങളെ വിനയത്തോടെ സ്വീകരിക്കണം. സഭയിൽ നീതിയും സുതാര്യതയും ഉറപ്പാക്കണം. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കണം. അധികാരം സേവനത്തിനായി ഉപയോഗിക്കണം. കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും ജോലിസ്ഥലങ്ങളിലും സത്യസന്ധത പാലിക്കണം. ആത്മീയ നവീകരണം വ്യക്തിയിൽ ആരംഭിച്ച് കുടുംബത്തിലേക്കും സഭയിലേക്കും സമൂഹത്തിലേക്കും വ്യാപിക്കണം. ഓരോ വിശ്വാസിയും സ്വയം ചോദിക്കണം: ദൈവം എന്നെ തിരുത്തുമ്പോൾ ഞാനത് സ്വീകരിക്കുന്നുണ്ടോ? എൻ്റെ തീരുമാനങ്ങൾ ദൈവഭയത്തിലാണോ? ഞാൻ നീതിയോടും സത്യസന്ധതയോടും ജീവിക്കുന്നുണ്ടോ? എനിക്ക് ലഭിച്ച ഉത്തരവാദിത്വം ഞാൻ വിശ്വസ്തയോടെ നിർവഹിക്കുന്നുണ്ടോ? 2 ദിനവൃത്താന്തം 19-ാം അധ്യായം ഒരു രാജാവിന്റെ ഭരണപരിഷ്കാരത്തിന്റെ ചരിത്രം എന്നതിലുപരി ദൈവഭയത്തിലുള്ള നേതൃത്വത്തിന്റെയും നീതിയുടെയും ആത്മീയ നവീകരണത്തിന്റെയും ശക്തമായ പ്രഖ്യാപനമാണ്. യഹോശാഫാത്ത് തന്റെ തെറ്റിൽ നിന്ന് പാഠം പഠിച്ചു. അവൻ ജനങ്ങളെ ദൈവത്തിലേക്ക് തിരികെ നയിച്ചു.
നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി ദൈവഭയത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനം സ്ഥാപിച്ചു. ഇന്നത്തെ സഭയ്ക്കും സമൂഹത്തിനും ഈ അധ്യായം നൽകുന്ന വെല്ലുവിളി വ്യക്തമാണ്. ദൈവത്തെ ഭയപ്പെടുന്ന നേതാക്കൾ ഉയർന്നു വരുമ്പോൾ നീതി സ്ഥാപിക്കപ്പെടും. നീതി സ്ഥാപിക്കപ്പെടുമ്പോൾ സമൂഹം അനുഗ്രഹിക്കപ്പെടും. ജനങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങുമ്പോൾ യഥാർത്ഥ ആത്മീയ നവീകരണം സംഭവിക്കും. 2 ദിനവൃത്താന്തം 19-ാം അധ്യായത്തിന്റെ കേന്ദ്ര സന്ദേശം ഇതാണ്: ദൈവഭയത്തിൽ നയിക്കപ്പെടുന്ന നേതൃത്വം നീതിയെ സ്ഥാപിക്കുകയും ജനങ്ങളെ ദൈവത്തിലേക്ക് തിരികെ നയിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ ആത്മീയ നവീകരണം വ്യക്തിയുടെ ഹൃദയത്തിൽ ആരംഭിച്ച് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.